സിനിജി, ട്രംപ് ഇന്ത്യയോടും മോദിയോടും പ്രതികാര നടപടി തുടരുമ്പോൾ ഇന്ത്യയെ സഹായിക്കാൻ ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് പ്രധാനമന്ത്രിമാരും രംഗത്തെത്തുകയാണ്. ഇപ്പോൾ ജോർജിയ പ്രധാനമന്ത്രി ഇറ്റലിയുടെ ജോർജിയ മെലോനി വരികയാണ്. അപ്പൊ ജോർജിയ മെലോനി വരുന്നത് എന്തിനാണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വ്യാപാര പാത ഉണ്ടാക്കണം. അതായത് അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ സൗദി അറേബ്യ, ജോർജിയ വഴി ഇറ്റലി വഴിയൊക്കെ പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു എക്കണോമിക് കോറിഡോർ, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനെ ഐമാക്ക് എന്നാണ് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ചാൽ അതായത് മിഡിൽ ഈസ്റ്റിലേക്ക് പോകണം. ആദ്യം മിഡിൽ ഈസ്റ്റിൽ നിന്ന് യൂറോപ്പിലേക്ക്, അത് കഴിഞ്ഞാൽ എക്കണോമിക് കോറിഡോർ. ഇതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഭീകരവാദത്തിനെതിരെ നമ്മളെപ്പോഴും ഉറച്ച നിലപാടെടുക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിലപാടിനെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണ് ജോർജിയ മെലോനി. നമുക്കറിയാലോ, പണ്ട് തന്നെ മോദി ഒരിക്കൽ തന്നെ ഈ ഇറ്റലിയിലോട്ട് ചെന്നപ്പോൾ മെലോനി ഒരു സെൽഫി എടുത്ത് ഭയങ്കര ആളുകൾ കണ്ടു. അങ്ങനെ ഒരേ നിലപാടെടുക്കുകയാണ്. അപ്പോൾ അമേരിക്ക നമുക്കെതിരെ ചില വ്യാപാര വർധനം, അതായത് ടാക്സ് വർധനമൊക്കെ നടപ്പാക്കുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങനെ പെട്ടുപോകുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട, നമുക്ക് പുതിയൊരു കോറിഡോർ സ്ഥാപിക്കാം. കാരണം ഈ ഉച്ചകോടികൾ നടക്കുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ ആളുകൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്നത്. അത്തരം ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയും ട്രംപുമായിട്ടുള്ള അസ്വാരസ്യങ്ങളെ അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് യൂറോപ്പുമായിട്ട് പുതിയൊരു വ്യാപാര ബന്ധം അല്ലെങ്കിൽ വ്യാപാര പാത സ്ഥാപിക്കാം. ഇതിനു വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്നുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ, വലിയ തിരിച്ചടികൾ, ഇതിനെയൊക്കെ പരിഹരിക്കാൻ സാധിക്കും. ഇതാണ് വെക്കുന്നത്. അപ്പോൾ ഇറ്റലിയുടെ പ്രതിനിധിയായ ഫ്രാൻസിസ്കോ ടാലോ ഐമക് ഇടനാഴി പദ്ധതിയെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞെങ്കിലും പിന്നീട് ഇതിൻ്റെ ചർച്ചകളൊക്കെ അങ്ങ് വഴിമുട്ടി പോകാം. അപ്പോൾ ഇത് പുനരുജ്ജീവിപ്പിക്കണം. അങ്ങനെ പുനരുജ്ജീവിപ്പിച്ചാൽ ഇന്ത്യക്ക് ഈ നേട്ടങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിൽ നിന്ന് മുന്നിൽ അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടന്ന് പോകാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം ഇന്ത്യയിൽ നിന്ന് ആദ്യം യു എയിലേക്ക് പോകണം. യു എയിൽ നിന്ന് സൗദി അറേബ്യ, അവിടെ നിന്ന് ജോർദാൻ, പിന്നീട് ഇസ്രായേൽ, ഇറ്റലി വഴി നമുക്ക് യൂറോപ്പിലേക്കുള്ള ഒരു പാത. ഇത് തന്നെയാണ് ഗ്രീസിൽ ചെന്നപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഗ്രീസിലേക്ക് നമുക്ക് പോകാമായിരുന്നു. നേരത്തെ നമുക്കറിയാലോ ഈ അസർബൈജാൻ, അർമേനിയൊക്കെ പ്രശ്നം. അപ്പോൾ അവരൊക്കെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ, തുർക്കിയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മൾ ഗ്രീസുമായിട്ട് നല്ല സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. ഈ ഗ്രീസ് വഴിയും ഇത്തരത്തിലൊരു എക്കണോമിക് കോറിഡോർ നമുക്ക് സാധ്യമാണ്. ഇപ്പോൾ ഈ ചർച്ച വളരെയധികം ഗൗരവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതായത് 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ G20 ഉച്ചകോടി നടന്നു. ഈ ഉച്ചകോടിയിൽ വെച്ചാണ് ഇറ്റലിയും ഇന്ത്യയും ജോർദാനും UAEയും ഒക്കെ തന്നെ ഇത്തരമൊരു ഇടനാഴിയെക്കുറിച്ച് ചർച്ച ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഇടനാഴി വിപുലപ്പെടുത്താൻ പറ്റും. അപ്പോൾ ചരക്ക് ഗതാഗതം കൂടുതൽ സുഗമമാക്കാം. അപ്പോൾ അമേരിക്ക എപ്പോഴും കരുതുന്നത് എന്താ? എന്ത് ചരക്ക് ഗതാഗതം നീക്കണമെങ്കിലും സമുദ്രത്തിലെ ശക്തി ഞങ്ങൾക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്തൊരു വിലക്ക് കൽപ്പിക്കും. ഇപ്പോൾ അറിയാലോ സൂയസ് കനാൽ. ഈ സൂയസ് കനാലിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ ചരക്ക് ഗതാഗതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു യൂറോപ്പിലേക്ക് നമ്മളൊരു വ്യാപാര പാത തുറക്കാനായിട്ട് നിശ്ചയിച്ചത്. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാക്കണം, അല്ലെങ്കിൽ ഇത് എളുപ്പം നിലവിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ധാരണാപത്രവും ഒപ്പിട്ട. പക്ഷേ പിന്നീട് ഇതിനകത്ത് ചരക്ക് നീക്കത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നീങ്ങിയില്ല. ഇപ്പം എന്താ പറയുന്നത് പറഞ്ഞാൽ, കിഴക്കൻ ഇടനാഴി UAEയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന വടക്കൻ ഇടനാഴി എന്ന് പറയുന്ന ഒരു സംരംഭവുമായിട്ട് കൂട്ടിയോജിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ 2027 ആകുമ്പോൾ $6000 കോടി ഒരു വലിയ ചരക്ക് നീക്കം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. അപ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം ഇത് ഗുണകരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി കാരണം. അന്ന് വളരെ പെട്ടെന്നാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ അവസാനിക്കുകയും വീണ്ടും ആക്രമണം നടക്കുകയും ചെയ്തത്. അതുകൊണ്ട് UAE വഴി, ഈ ജോർദാൻ വഴിയൊക്കെ ഉള്ള നമ്മുടെ ഈ പാതയുടെ കാര്യത്തിൽ ചില പ്രതിസന്ധികൾ വന്നു. ശരിക്കും പറഞ്ഞാൽ ജോർജിയോ മെലോനി ഇപ്പോൾ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് നേരെ കൈനീട്ടിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ തീവ്രവാദ നിലപാടുകളെ ഞങ്ങൾ എന്തും പിന്തുണച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ ഭീഷണിയെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നീക്കത്തിന് ഞങ്ങൾ കൈകോർക്കാം. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രതിനിധി നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ G20 ഉച്ചകോടിയിൽ വെച്ച് തന്നെ ഈ പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചു. പിന്നീട് ഇതിൻ്റെ പദ്ധതിയിലൊന്നും നടപ്പായില്ല. നിങ്ങൾ ഗ്രീസിൽ പോയതിനു ശേഷം അവിടെ വെച്ച് ഈ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുമെന്ന് ഗ്രീസിന് ഉറപ്പ് നൽകി. എന്തിനു ഗ്രീസ് ആക്കുന്നത്? അത് ഇറ്റലി മുൻകൈ എടുത്ത് മുന്നിലേക്ക് വരാമെന്നാണ് ജോർജിയ മെലോനി പറയുന്നത്. ശരിക്കും ഒരു അടിയല്ലേ? തീർച്ചയായിട്ടും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള നികുതിയാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് പാവപ്പെട്ട അതായത് ഈ വ്യാവസായിക മേഖലയിലുള്ളവർക്കൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു നികുതി കൂടിയാണ് ഈ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഇതിന് ഇന്ത്യ എന്ത് മറുപടി നൽകും എന്നുള്ളത് നോക്കി കാണുമ്പോഴാണ് പല രാജ്യങ്ങൾ, ഇപ്പൊ ചൈനയിലോട്ട് പ്രധാനമന്ത്രി പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഇറ്റലി പ്രധാനമന്ത്രി പറയുന്നു നിങ്ങൾ ധൈര്യമായിരിക്കും, ഞങ്ങൾ
രാജ്യങ്ങളെ സഹായിക്കാം. ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യക്ക് പിന്തുണയുമായി അവർ രംഗത്തെത്തുന്നു. ഇപ്പോൾ G7 ഉച്ചകോടിയിലെ അംഗങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു. അപ്പോ ലോകം മുഴുവൻ, അതായത് ട്രംപിന്റെ ഈ നിലപാട് ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയോടൊപ്പം ലോക ശക്തികൾ ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, UAE വഴിയാണ് നമ്മൾ ഈ ഇടനാഴി സൃഷ്ടിക്കുന്നത്. അപ്പോൾ UAE വഴി, ഇറ്റലി വഴി നമുക്ക് ഈ ഇടനാഴി പുനരുജ്ജീവിപ്പിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇസ്രായേലിന്റെ പിന്തുണ വേണം. ബെഞ്ചമിൻ നെതന്യാഹു നമ്മുടെ കൂടെയാണ്. ബെഞ്ചമിൻ നെതന്യാഹു എല്ലാ പിന്തുണയും നൽകാൻ തുടങ്ങും. UAE ഭരണാധികാരികളും നമുക്കൊപ്പം നിൽക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ അറബ് രാജ്യങ്ങളുടെ എല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണ നമ്മളുടെ ഈ നീക്കത്തിന് പൂർണ്ണമായിട്ടുണ്ട്. ഒപ്പമാണ് ഈ പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നത് നമുക്ക് ആ പദ്ധതിയുമായിട്ട് പുനരുജ്ജീവിപ്പിച്ച് മുന്നോട്ട് പോകാം. അപ്പം ഈ പറയുന്ന ജോർജിയ മെലോനി വന്നിച്ച് പറയുന്നു, ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങളെ മൊത്തം വെറുപ്പിച്ച് വെച്ചിരിക്കുക. ആദ്യ ഘട്ടമെന്ന നിലയിലാണ് ഈ ബ്രസീലിനും ഇന്ത്യക്കും ചൈനയ്ക്കും എല്ലാം തന്നെ വലിയ താരിഫ് ഉയർത്തിയിരിക്കുന്നത്. ഈ താരിഫ് ഉയർത്തി കഴിഞ്ഞാൽ ഇനി അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ വേണ്ട. അപ്പം അറബ് രാജ്യങ്ങൾ, ഇറ്റലിയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഗ്രീസ് നമ്മളോട് കൂടെ ചേരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക പെട്ടുപോകും. അതുകൊണ്ടാണ് G20 ഉച്ചകോടിയിൽ വെച്ച് നമ്മൾ പദ്ധതിയിട്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ 3-4 വർഷത്തിനുള്ളിൽ 6000 കോടി രൂപയുടെ നേട്ടമുണ്ടാക്കാൻ ഈ രാജ്യങ്ങൾക്കെല്ലാം കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാത മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ജോർജിയ മെലോനി തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. സാധാരണ ഇതിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉപരോധം ഏർപ്പെടുത്തിയാൽ നമ്മളാണ് പരിഭ്രാന്തപ്പെടേണ്ടത്, നമ്മളാണ് ഓപ്ഷൻ കണ്ടെത്തേണ്ടത്. ഇവിടെ അങ്ങനെയല്ല. ഇറ്റലി മുന്നിൽ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, നമ്മുടെ ആ പദ്ധതിയിലേക്ക് ഒന്നുകൂടെ പോകാം. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിന്നീട് എന്താണ് പിന്നോട്ട് മാറിയെന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് ഇവർ ഇറാനുമായിട്ടുള്ള പ്രശ്നമുണ്ടാകുന്നു. അതിനുശേഷം ഹമാസുമായിട്ടുള്ള നേരിട്ടുള്ള ആക്രമണം ഉണ്ടായി. അപ്പോൾ ഓൾറെഡി ഇസ്രായേൽ അതിൽ എൻഗേജ്ഡ് ആയിപ്പോയി. അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന കോറിഡോറുമായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇടനാഴിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ തീവ്രത നിലവിൽ കുറഞ്ഞു. കാരണം ഇപ്പം എന്താ പറയുക, ഗസ ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ്, ഗസ മുഴുവൻ ഇസ്രായേലിനോട് ചേർക്കുകയാണ്, ഇവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള സമയത്ത് ഇസ്രായേലിന് ഈ പദ്ധതിയുമായിട്ട് വീണ്ടും സഹകരിക്കാൻ ഒരു പ്രയാസമില്ല. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐമ കിടമാഴി സുഗമമാക്കണമെന്ന് ഇറ്റലി പറയുന്നത് യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന കാര്യം. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ എല്ലായ്പ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ നിന്ന് മാറി സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കണമെന്നാണ്. അതിന് നേതൃത്വം നൽകുന്ന രാജ്യമാകട്ടെ ഫ്രാൻസാണ്. ഈ ഫ്രാൻസും ഇപ്പോൾ നടത്തുന്ന ഇന്ത്യയുമായിട്ടുള്ള സൈനിക കരാർ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. നമുക്ക് യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് തരാനായിട്ട് ശ്രമിക്കുന്നു, നമുക്ക് വിമാനത്തിൻ്റെ എഞ്ചിൻ തരാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. നമ്മുടെ ഇന്നുള്ള പിനാക്കെ റോക്കറ്റ് സിസ്റ്റം വേണമെന്ന് പറയുന്നു. അങ്ങനെ UK വരുന്നു, ഇറ്റലി വരുന്നു, ഫ്രാൻസ് വരും. അങ്ങനെ ഓരോ രാജ്യങ്ങൾ നമുക്ക് കൂടെ കൈകോർക്കാൻ നിൽക്കുമ്പോൾ ശരിക്കും ഭയപ്പെടുന്നത് ട്രംപ് തന്നെയാണ്. ഇതിനിടയിലാണ് റഷ്യയിലേക്ക് പോകാനായിട്ട് നമ്മുടെ അജിത് ഡോവൽ അദ്ദേഹം അവിടെ ചെല്ലാൻ പോകുന്നു പറഞ്ഞു. ട്രംപ് ഞെട്ടി. അതിനുശേഷം ഇപ്പോൾ ചൈനീസ് ഭരണാധികാരി വിളിക്കുകയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ട് വരണേ, കാരണം ഷാങ്ഹായ് ഉച്ചകോടിയൊക്കെ നടക്കാതിരിക്കുന്നു. അപ്പോൾ ഈ മാസം അവസാനം അങ്ങോട്ടേക്കും പോകും. അപ്പോൾ ട്രംപ് നോക്കുമ്പോൾ ചുറ്റും കുറേ ഉപദ്വീപുകൾ മാത്രമാണ്. ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുന്നു. അതിന് നേതൃസ്ഥാനത്തേക്ക് ഇന്ത്യ വരുന്നു. കാരണം ഇന്ത്യ ഇത്തരം ഒരു ഇടനാഴിയുമായിട്ട് പോയാൽ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ നമ്മളുമായിട്ട് സഹകരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ട്രേഡാണ് അമേരിക്കയുടെ തുറുപ്പ് ചീട്ട്. ശരിക്കും പറഞ്ഞാൽ 50% നമ്മളും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ്. പക്ഷെ നമുക്ക് ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും, അല്ലെ? അറബ് രാജ്യങ്ങളോ ആഫ്രിക്കൻ രാജ്യങ്ങളോ, അത് നല്ല തിരിച്ചടി തന്നെയല്ലേ നമ്മളത് കൊടുക്കുക. തീർച്ചയായിട്ടും നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ വ്യാവസായിക വിപണിയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾക്കും ഇന്ത്യൻ സർക്കാർ നിൽക്കില്ല. കാരണം സാമ്പത്തിക അടിത്തറയിൽ നമ്മൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണിത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നത്. നാമക്കൽ 20 കോടിയുടെ മുട്ടയാണ് ഇവിടെ. പിന്നെ എന്താ പറയുക, ഈ തീരുവ കാരണം നമുക്ക് തിരിച്ചടി ഏൽക്കാൻ പോകുന്നത്. അതെ, കൊടുക്കാൻ പറ്റില്ല. ഈ മുട്ടയൊക്കെ പറഞ്ഞൊക്കെ പറഞ്ഞാൽ നമുക്ക് അധിക നാളെ വച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു രീതി നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? ഇനി അമേരിക്കയോട് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ട്രംപിനെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും ഒരാൾക്ക്, ദൈവത്തിന് പോലും സാധിക്കുന്നതല്ല. കാരണം ആ മനുഷ്യൻ ഒരു കിളിപോയ ആളാണ്. അപ്പോൾ എന്ത് പറയുന്നു, എപ്പോൾ പറയുന്നു, എങ്ങനെ പറയുന്നു എന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയും? വ്യവസായ മേഖലയെ തകർക്കാതെ ഇന്ത്യക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ കഴിയും, ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അതെങ്ങനെ ഗുണകരമാകും എന്നത് മാത്രമാണ് ഇന്ത്യയുടെ ചിന്ത.
ആ രീതിയിൽ ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായി, ഒരുപക്ഷെ ഈ NDA സർക്കാർ വന്നതിന് ശേഷമാകും ഇന്ത്യക്ക് ഇത്രയും രാജ്യങ്ങളുമായി വലിയ ബന്ധമുണ്ടാക്കി. ഇപ്പൊ നരേന്ദ്രമോദി ടൂർ പോകുന്നു, മാസാമാസം അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവർക്ക് ഇപ്പൊ ഒരു മറുപടി കൊടുക്കാൻ NDA സർക്കാരിന് കഴിയുന്നു. ഇതിനാണ് ഞാൻ കറങ്ങാൻ പോയത്, അല്ലെങ്കിൽ ഇതിനാണ് ഞാൻ യാത്ര പോയത്. ഈ എല്ലാ രാജ്യങ്ങളുമായുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ബന്ധം ഈ ഉചിതമായ ഒരു സമയത്ത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ചൈന, റഷ്യ, ഇറ്റലി, ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുന്നു. എന്ത് സംരക്ഷണം വേണമെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നു. നമ്മുടെ സാധനങ്ങൾ അവരുടെ വിപണിയിലേക്ക് ഇറക്കാൻ അവർ തയ്യാറായി നിൽക്കുന്നു. അപ്പൊ ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഒരു അടി പിന്നോട്ട് മാറില്ല എന്ന് ഇന്ത്യ കട്ടായി പറഞ്ഞ പച്ചകാല് പിന്നോട്ട് വെക്കുന്ന ഒരു ശീലം ഇന്ത്യക്ക് പണ്ടേ ഇല്ല. ഇന്ത്യ ആരെയും ഭയന്ന് നിൽക്കുന്ന ഒരു രാജ്യവുമല്ല. എന്തും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ തൊട്ടടുത്ത് നമ്മളെ ആക്രമിക്കും, ഏത് നിമിഷം വേണമെങ്കിലും അണുവായുധമിട്ട് നമ്മളെ ആക്രമിക്കാമെന്ന് പറയുന്ന പാകിസ്ഥാൻ അപ്പുറത്ത് എപ്പോഴും നിലവിളിച്ചുകൊണ്ടിരിക്കും. ആ പാകിസ്ഥാനോട് പോയി പണി നോക്കടാ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. നമ്മളോടാണ് ട്രംപ് പറയുന്നത് നമ്മുടെ തീരുവ കൂട്ടി ഇപ്പൊ നമ്മുടെ ഇന്ത്യ അങ്ങ് തകർക്കാൻ കഴിയും. ഇതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ട്രംപിന് തന്നെ മനസ്സിലാകും. ശരി, ഈ നാമക്കലിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നാമക്കലിൽ 4 രൂപയ്ക്കായിരുന്നു മുട്ട കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ അമേരിക്കയിലേക്ക് അത് കയറ്റി 7 രൂപ കിട്ടും. അപ്പൊ എത്ര ലാഭമാണ്. അതുകൊണ്ടാണ് 20 കോടിയോളം രൂപയുടെ മുട്ട ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നു പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ഓരോ ഉൽപ്പന്നങ്ങളെ പെട്ടെന്ന് നശിച്ചു പോകുന്നത്. ഇപ്പൊ മത്സ്യമോ അല്ലെങ്കിൽ മുട്ടയോ ഒക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ കാലം വെക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളെ തകർക്കാനായിട്ട് ട്രംപ് ശ്രമിക്കുന്നു. അവിടെയാണ് ഇറ്റലിയുടെ സഹായത്തോടെ, ഇസ്രായേലിന്റെ സഹായത്തോടെ, UAE സഹായത്തോടെ നമ്മൾ പുതിയ കോറിഡോർ നിർമ്മിക്കുന്നത്. ഈ എക്കണോമിക് കോറിഡോർ സാധ്യമായാൽ അമേരിക്കയുടെ ഭീഷണി ഒന്നും നിലനിൽക്കില്ല. കാരണം എല്ലായ്പ്പോഴും സൂയസ് കനാൽ വഴി മാത്രമേ നമുക്ക് വ്യാപാര ബന്ധങ്ങൾ അല്ലെങ്കിൽ ഷിപ്പുകളൊക്കെ പോകാൻ കഴിയൂ എന്നുള്ള അമേരിക്കയുടെ ഒരു ധാർഷ്ട്യം, അതിനുള്ള കൃത്യമായ മറുപടി. അപ്പോൾ നമ്മൾ ഓരോ ഉച്ചകോടി നടക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ധാരണാപത്രങ്ങൾ മറ്റ് ചില രാജ്യങ്ങളുടെ അസൗകര്യങ്ങളെക്കുറിച്ച് തുടർന്ന് നീണ്ടുപോകാം. ഇപ്പോൾ അസൗകര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ജോർജിയ മെലോനി എന്ന് പറയുന്ന പ്രധാനമന്ത്രി നേരിട്ട് പറയാണ്. അപ്പോൾ ആലോചിക്കണം, എല്ലായ്പ്പോഴും ഈ ഇറ്റലി എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ കൂടെ നിൽക്കുമെന്ന് കരുതിയതാണ്, ഫ്രാൻസ് അവരുടെ കൂടെ നിൽക്കുമെന്ന് കരുതിയതാണ്, കാനഡ, ഈ പറയുന്ന ബ്രിട്ടൻ. പക്ഷെ എല്ലാവരും തിരിഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൃത്യമായ ഒരു നീക്കം നടത്തുന്നു. മെലോനി കാണിച്ച ഈ പറയുന്ന ഇടനാഴി അത് നമുക്ക് മോദിക്ക് വളരെയധികം സഹായമാകും. ഏറ്റവും അധികം കണ്ണു തള്ളാൻ പോകുന്നത് ട്രംപ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.